എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല. തൽക്കാലം നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഹലോ, ഞാനിപ്പോൾ അയക്കാം. കണ്ടോടി, കൂടെപ്പിറപ്പായ നീ സത്യക്ക് ബ്ലഡ് കൊടുത്തില്ലെങ്കിലും ഒരു കോളനി മുഴുവൻ അവൾക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിനക്കൊഴികെ മറ്റെല്ലാവർക്കും സത്യ പ്രിയപ്പെട്ടവൾ, നിന്റെ സുധിക്ക് പോലും. നിൽക്കാൻ പോലും സമയമില്ലാത്ത ബിസിനസ്മാൻ സത്യ എന്ന തെരുവ് റൗഡിക്ക് വേണ്ടി ഊണ് ഉറക്കം ഒഴിച്ച് കാത്തിരിക്കുന്നു. ഡോക്ടർ, സത്യക്ക് എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ ഡോക്ടർ? ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് കോൺഷ്യസ് മൈൻഡിൽ എത്തണമെന്നില്ല. അവള് നോർമൽ അല്ലേ ഡോക്ടർ? ആക്സിഡന്റിൽ കാര്യമായ ക്ഷതം പറ്റിയിട്ടുണ്ട്. ചിലപ്പോ അത് എന്താ ഡോക്ടർ? കോമ സ്റ്റേജിൽ തുടരാനാണ് സാധ്യത. ഇതുപോലുള്ള പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പെട്ടെന്ന് തന്നെ ശരിയായെന്നും വരും. 10-20 വർഷം കോമ സ്റ്റേജിൽ കഴിയുന്നവരുമുണ്ട്. ചിലർ ജീവിതകാലം മുഴുവൻ. ഡോക്ടർ എന്താ പറയുന്നത്? വിഷമിക്കാതിരിക്കും. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും പേഷ്യന്റ് ഒബ്സർവേഷനിൽ കഴിയട്ടെ. നാളെ രാവിലെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡോണ്ട് വറി, എല്ലാം ശരിയാവും. ഡോക്ടർ, രാവിലെ വരെ സത്യ ഒബ്സർവേഷനിൽ കഴിയട്ടെ. ശ്രുതി വേണമെങ്കിൽ വീട്ടിൽ പൊയ്ക്കോളൂ. ഇവിടെ ഇനി നിൽക്കേണ്ട കാര്യമില്ല. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നാൽ മതി. ഓക്കെ? സാറ് വീട്ടിൽ പോയിട്ട് രാവിലെ വന്നാൽ മതി. ഇവിടെ ഞങ്ങളുണ്ടല്ലോ. അതെ സാർ, സാറ് പോയിട്ട് വാ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. വിളിക്കാം സാർ. രാഹുൽ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നേക്കുക. ഒരു ഹോസ്പിറ്റൽ കേസാ. ഞാൻ പറയാം. എനിക്ക് രാഹുലിനെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ പറയാം. ഇന്നല്ലെങ്കിൽ നാളെ നേരിട്ട് കാണണം. സത്യം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എടി, സുധി പോവാന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് എന്റെ അനിയത്തി ഒന്ന് കാണണം. നീ വന്നേ.
കാമുകൻ തിരിച്ചുപോയ സ്ഥിതിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം. എന്റെ ഉള്ളിലെ വേദന പൊന്നനിയത്തി അറിയിക്കണം. അവളെ മാത്രമല്ല, അവളുടെ വർക്ക്ഷോപ്പിലെ തെണ്ടി പിള്ളേരെയും എന്റെ കണ്ണീര് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചേച്ചിയാ? അവള് ചത്തും മണ്ണടിയുമ്പോ അവന്മാരെന്നെ കുറിച്ച് നല്ലത് പറയണ്ടേ? വാ. കരയില്ലടാ. കുരുവി, എവിടെ? എന്റെ സത്യമോൾ എവിടെ? അകത്തുണ്ട് ദിവ്യ. അയ്യോ, ഇത് ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? അവളെ കീറി മുറിക്കാൻ കേട്ടിരിക്കുകയാണോ? എന്റെ മോൾ എവിടെ? സത്യ, ഈ വാതിലൊന്ന് തുറക്ക്. ദിവ്യ, അങ്ങോട്ട് വന്നേ. ഞാൻ പറയട്ടെ, നീ എന്തായി കാണിക്കുന്നത്? എനിക്ക് അവളൊന്ന് കാണണം. നമുക്ക്. സത്യ എവിടെ സിസ്റ്ററെ? എന്താ ഇത്? എന്റെ അനിയത്തിക്ക് എന്താ പറ്റിയ സിസ്റ്ററെ? ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് പറ. എനിക്ക് എന്റെ അനിയത്തിയെ കാണണം. ഇത് ഓപ്പറേഷൻ തിയേറ്ററാണ്. മാറി നിൽക്ക് പ്ലീസ്. എനിക്ക് എന്റെ സത്യം ഒന്ന് കാണണം. ഇവരെ ഒന്ന് മാറ്റി നിർത്തിയേ. ദിവ്യ, നീ ഇങ്ങോട്ട് വന്നേ. എന്താടാ എന്താടാ എന്റെ കുട്ടിക്ക് പറ്റിയേ? അവളിനി തിരിച്ചു വരില്ലേ? ദിവ്യ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഈശ്വരാ, സത്യക്ക് ഒരു കുഴപ്പവും വരില്ല. ഇല്ലേ? നിനക്ക് ഉറപ്പാണോ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? ദിവ്യ ഒന്ന് സമാധാനായിട്ടിരിക്കും. ഈശ്വരാ, അയ്യോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കൂ പ്ലീസ്. കരയില്ല ദിവ്യ. ദിവ്യ, നീ ഇങ്ങോട്ട് വന്നേ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഈശ്വരാ, എടി, കരയാതിരിക്ക്. അയ്യോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലേ? ദിവ്യ, നീ കരയാതിരിക്ക്. നീ ഒന്ന് സമാധാനപ്പെട. എന്താ കുരുവി? സത്യയുടെ കാര്യം ആലോചിക്കുമ്പോ പേടിയാവുന്നു സാർ. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തല്ലോ. സാർ ഇവിടെ ഉള്ളപ്പോ ഒരു സമാധാനമായിരുന്നു. ഞാൻ വരണോ? വേണ്ട സാർ, രാവിലെ മുതൽ സാർ ഇവിടെ ബുദ്ധിമുട്ടിയതല്ലേ. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സാർ നാളെ നേരത്തെ എത്തിയാൽ മതി. സത്യ ICUയിലേക്ക് മാറ്റാൻ പോവുക. അതെയോ? അതെ സാർ, ഇപ്പം മാറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി സാർ. ആരാ? അത് ഞാൻ. ഇതെന്റെ അനിയത്തിയാ. സിസ്റ്ററെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. മറ്റൊന്നും പറയാറായിട്ടില്ല. അയ്യോ,
ചങ്ങാതിമാരെ പോലെ നടന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞല്ലോ. എന്ത് പറ്റിയടാ എന്റെ സത്യക്ക്? നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിട്ടും അവളെ ഈ അവസ്ഥയിലാക്കിയില്ലേ ഈശ്വര. എന്റെ മോള് സത്യ. ഒന്നുമില്ല ദിവ്യ, നീ ഇങ്ങനെ കരയല്ലേ. എല്ലാവരോടും എന്ത് സ്നേഹമായിരുന്നു അവൾക്ക്. എന്നിട്ട് ഒടുവിൽ ഒറ്റയ്ക്ക് ആ മുറിയില്ല. ഇനി അവൾ എഴുന്നേറ്റ് നടക്കോടാ? ഓർമ്മ തിരിച്ചു കിട്ടോ? ഭഗവാനെ, അവളെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കല്ലേ. അയ്യോ ദിവ്യ, നീ കരയല്ലേ? ഇതെന്താ പെട്ടെന്ന് നീ ഇങ്ങനെ ആയേ? അവളുടെ കിടപ്പ് നീ കാണണം. താങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ദിവ്യ? അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യ ഈ അവസ്ഥയിലൊക്കെ കിടക്കുന്ന അമ്മ കണ്ട നെഞ്ചു പൊട്ടി മരിക്കും അമ്മ. അമ്മയോട് ഇപ്പൊ ഒന്നും പറയണ്ട, ഇവിടെ ഞങ്ങളുണ്ട്. ദിവ്യ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. ഇല്ല ഗുരുവി, ഇല്ല. എന്റെ അന്യത്തെ വിട്ട് ഞാൻ ഇനി എവിടേക്കും ഇല്ല. ദിവ്യ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അവര് സംശയിക്കും. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ദിവ്യ ധൈര്യമായിട്ട് പൊക്കോ. പോയാ എനിക്കൊരു സമാധാനം കിട്ടില്ല. ദിവ്യ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്. അമ്മയുടെ അസുഖം മാറിക്കഴിഞ്ഞ് നാളെ അമ്മയും കൂട്ടി ഇവിടേക്ക് വന്നാ മതിയല്ലോ. അയ്യോ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു, ഞാനത് മറന്നു. സത്യ, നിങ്ങൾ നല്ലതുപോലെ നോക്കണേ. പിന്നെ ഞാൻ അമ്മയോട് പറയുന്നത് വരെ സത്യയുടെ ആക്സിഡന്റിന്റെ കാര്യം അമ്മയോ അച്ഛമ്മയോ അറിയണ്ട. അറിഞ്ഞ BP കുറഞ്ഞ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതുകൂടി താങ്ങാൻ എനിക്ക് കഴിയില്ല. ഇല്ല ദിവ്യ, ഞങ്ങൾ പറയില്ല. അമ്മയോ അച്ഛമ്മയോ നിങ്ങളെ വിളിച്ച് സത്യയെ പറ്റി ചോദിച്ച സത്യ ജോലിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയിന്ന് പറഞ്ഞാ മതി. ഞാൻ എന്റെ മോളൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ. നല്ലതുപോലെ നോക്കിക്കോണേ. ദിവ്യ സമാധാനത്തോടെ പോകും. ദിവ്യ, സോറി ഡി. എന്തിന്? എന്തൊക്കെ പറഞ്ഞാലും നീ സത്യം ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. രക്തബന്ധം അതെന്നോ അങ്ങനെ തന്നെയാ. രക്തബന്ധം ഞാന് സത്യം തമ്മിലോ? അവളോട് എനിക്കുള്ള ബന്ധം ശത്രുബന്ധമാ. അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. അപ്പൊ നീ ഇതുവരെ കാണിച്ചത് മുഴുവൻ അഭിനയായിരുന്നടി. സത്യയും സുധിയും എന്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്ന അതേ അഭിനയം ഞാൻ തിരിച്ചഭിനയിച്ചു. എടി സത്യ, ഇനി ആ കിടപ്പിൽ നിന്ന് എഴുന്നേക്കരുത്. അതുകൊണ്ട് തന്നെയാ ഞാൻ അമ്മയെ വിവരം അറിയിക്കാതിരുന്നേ. സത്യയുടെ കിടപ്പ് കണ്ട എന്റെ അമ്മ മരിച്ചു പോവെന്ന് പേടിച്ചിട്ടല്ല. അമ്മ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. അതല്ലെങ്കിൽ സത്യയോടൊപ്പം ഇവിടെ കുടിയിരിക്കും. ആ സമയത്ത് സുധി ഇവിടെ വന്ന അമ്മയെ കണ്ടാൽ പിന്നെ ശവം ആവുന്നത് സത്യയാവില്ല, അവളുടെ ചേച്ചിയായ ഞാനായിരിക്കും. സത്യ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നല്ലേ പറഞ്ഞത്? ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയത്തിയല്ലേ അവള്? അവള് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇങ്ങനെ കിടന്നോണ്ട് കാര്യമില്ല. അവള് കിടക്കേണ്ടത് മണ്ണിനടിയില. മനസ്സിൽ നിന്നും എന്നെ ഞാൻ അവളെ കുഴിച്ചു മൂടിയതാ. ഇന്നത്തോടെ ജീവിതത്തിൽ നിന്നും എനിക്കവളെ കുഴിച്ചു മൂടണം. നീ വാ. പയറ് പായസം സത്യക്ക് വലിയ ഇഷ്ടാ. നീ അവളെ വിളിച്ചു നോക്കിയ വിമലെ? കുറെ നേരമായിട്ട് വിളിക്കുന്നു, കിട്ടുന്നില്ല. ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നാ പറയുന്നേ. ഇനി ജോലി തിരക്കൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കാണെന്ന് ആർക്കറിയാം. എന്തായാലും അമ്മ വാ, നമുക്കിത് സത്യയ്ക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാം. അതാ നല്ലത്. പിള്ളേർക്കുള്ളതും കൂടി എടുത്തിട്ടില്ലേ? ഇത് നിറച്ചും എടുത്തിട്ടുണ്ട്. ഇത് മതിയാവില്ലേ? അത് മതി.
നിനക്ക് വയ്യായികയൊന്നുമില്ലല്ലോ മോളെ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. വാ അമ്മി, നമുക്ക് പോവാം. ഇതെവിടേക്കാ രണ്ടാളും കൂടെ? സത്യയുടെ പിറന്നാളല്ലേ ഇന്ന്. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപയർ പായസം ഉണ്ടാക്കിയതായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനി എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. വർക്ക്ഷോപ്പിൽ സത്യം ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അവിടെ ഇല്ലാതെ പിന്നെ? ഞാനിപ്പോ വർക്ക്ഷോപ്പിൽ പോയിട്ടാ വരുന്നേ. സത്യ ഏതോ സേട്ട് വിളിച്ചിട്ട് ദൂരെ എവിടെ പോയിരിക്കാം. അവള് നമ്മളോട് പറയാതെ ദൂരെ എവിടെയും പോവില്ലല്ലോ. തൃശ്ശൂരോ കൊച്ചിയിലോ മറ്റോ പോയതാന്നാ കുരുവി പറഞ്ഞത്. ഇത്രയും ദൂരെയൊക്കെ പോവാണെങ്കിൽ അവള് പറയാണ്ട് പോവില്ലല്ലോ. എന്നെ വിശ്വാസമില്ലെങ്കിൽ അവിടേക്ക് ചെല്ല്. വർക്ക്ഷോപ്പിൽ എന്തായാലും ആരുമില്ല. ദിവ്യ പറഞ്ഞത് ശരിയായിരിക്കും. വെറുതെ അല്ല സത്യ വിളിച്ചിട്ട് കിട്ടാത്തത്. അവൾ ഇനി എപ്പോ വരുമെന്ന് ആർക്കറിയാം. ഒരുങ്ങി ഇറങ്ങിയതൊക്കെ വെറുതെ ആയി. നീ ആ കുരുവി ഒന്ന് വിളിച്ചേ. ഹലോ. സത്യ എവിടെ ഇല്ലേ മോനെ? ഇല്ലല്ലോ. എവിടെ പോയതാ? അത് പിന്നെ എറണാകുളത്തിന് പോയിരിക്കുക. എറണാകുളത്തിനോ? അതെന്താ ഇവിടെ ആരോടും പറയാതെ പോയത്? പെട്ടെന്ന് വരൂ അച്ഛമ്മേ, അതുകൊണ്ടാവും പറയാതെ പോയത്. നിന്നെ വിളിച്ച ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പറയണം. പറയാം. ഹലോ, എന്താ പറ്റി? സുഖമില്ലേ? എന്താ ഉറക്കം നോക്കിയിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. സുധിയെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. എവിടെ പോയി എപ്പോ വരുന്നൊക്കെ ആർക്കറിയാം. അവനിങ്ങി വരില്ലേ? അതിന് താനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവൻ വന്നു തോന്നുന്നു. നീ എന്താ മോനെ ലേറ്റ് ആയത്? അയ്യോ, ഇതെന്താ ചോര? അയ്യോ, നിനക്കെന്താ മോനെ പറ്റിയത്? എന്താ മോനെ ഇത്? ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഇതെന്താ? ബ്ലഡ് ആണല്ലോ. നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ ആർക്ക്? എന്താടാ പറ്റിയത്? എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഏത് ഫ്രണ്ടിന്? ക്ലീറ്റസിനാണ് ആക്സിഡന്റ് ഉണ്ടായത്? അല്ല. പിന്നെ? സത്യ. അവളെ ഏതോ വണ്ടി ഇടിച്ചു. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തലയ്ക്ക് നല്ല പരിക്കുണ്ട്. സർജറി കഴിഞ്ഞു. അതാ ഞാൻ വൈകിയത്. എന്നിട്ട് ഇപ്പോഴെങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. സീരിയസ് ആണെന്ന് അറിഞ്ഞ അച്ഛനിപ്പോ ആശുപത്രിയിലേക്ക് പോകും. വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട, അതാ നല്ലത്. നീ എന്താ ഒന്നും പറയാത്തത്? രാധികേ, വാ, നമുക്ക് ആശുപത്രി വരെ പോവാം. ഏത് ഹോസ്പിറ്റലിലാ സത്യമുള്ളത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്തായാലും നീ അവളുടെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നത് ഒട്ടും ശരിയായില്ല. സത്യയുടെ കൂടെ തന്നെ നിൽക്കേണ്ടിയിരുന്നില്ല നീ? അത് പിന്നെ ഇന്നിനി അവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി രാവിലെ ചെന്നാ മതി. പേടിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ മോനെ? ഏയ് ഇല്ലമ്മേ. എത്ര കാശ് ചെലവായാലും വേണ്ടില്ല, സത്യയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം.
എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ആ നീ വല്ലതും കഴിച്ചായിരുന്നോ? ഉണ്ടാവില്ല. ആദ്യം ഈ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ്. ചെല്. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. മോവാ. ഈശ്വര, സത്യക്ക് ആപത്തൊന്നും വരുത്തല്ലേ.